മോഹൻ വർഗീസ്, യഥാർത്ഥത്തിൽ ഈ മണ്ഡല പുനർനിർണയം ബിജെപിക്ക് വേണ്ടിയല്ലേ? സ്മൃതി, ഇവിടെ ഡെമോക്രസിൻ്റെ വാള് ഈ ദക്ഷിണ സംസ്ഥാനങ്ങളുടെ മേൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന ഒരു നറേറ്റീവ് യഥാർത്ഥത്തിൽ ഒരു ഫെഡറൽ റെറ്ററിക്കിൻ്റെ ഭാഗമാണ്. ഒരു ഫെഡറൽ ഒരു മോഡൽ അത് അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ്. അതായത് ജനപ്രാതിനിധ്യത്തിൻ്റെ മറവിൽ ഫെഡറലിസം അട്ടിമറിക്കപ്പെടുന്നു. എന്നാൽ അതേസമയം മറുവശത്ത് അതിശക്തമായ മറ്റൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യം കൂടിയാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, പ്രത്യേകിച്ച് പ്രാതിനിധ്യ ജനാധിപത്യ തത്വം എന്ന് പറയുന്നത് ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരാളിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു പൗരൻ്റെ വോട്ടിന് വിലയുണ്ടാവൂ. ഈ രണ്ട് തത്വങ്ങളെയും, ഫെഡറൽ തത്വത്തെയും ജനാധിപത്യ തത്വത്തെയും രണ്ടും നമുക്ക് സ്വാംശീകരിച്ചുകൊണ്ട് മാത്രമേ പോകാനാവൂ. അതുകൊണ്ടൊരു കൺസെൻഷ്വൽ ഡെമോക്രസി ആൻഡ് കൺസെൻഷ്വൽ ഫെഡറലിസം, ഇതാണ് നമ്മുടെ ആവശ്യം. അതായത് കൺസെൻഷ്വൽ ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഈ നമ്പേഴ്സ് ഗെയിമാണല്ലോ. ആ നമ്പേഴ്സിൻ്റെ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ തകർക്കരുത്. അതാണ് കൺസെൻഷ്വൽ ഡെമോക്രസി. അതേസമയം കൺസെൻഷ്വൽ ഫെഡറലിസം എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളെ ഈ അവരുടെ അർഹമായ പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയെ തുടരാൻ അനുവദിക്കണം. ഇത് രണ്ടും സമന്വയിക്കണം. ഇനി നമ്മൾ ജനാധിപത്യത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ഈ ഡീലിമിറ്റേഷൻ ഒരു തർക്ക വിഷയമായി വരുന്നതിൻ്റെ പ്രധാന അടിസ്ഥാനം 2026 വരേണ്ട സെൻസസും അതിനുശേഷം വരേണ്ട ഡീലിമിറ്റേഷൻ എക്സസൈസും അതൊരു ലോങ് ഓവർഡ്യൂ ആണ്. 25 വർഷത്തെ ഒരു ബ്രീതിങ് പീരീഡാണ് നേരത്തെ ചോദിച്ചത്. ഇനി വീണ്ടും ഒരു 25 വർഷത്തേക്കും കൂടെ നീട്ടിവെക്കണം എന്ന ഒരു ഡിമാൻഡാണ് ഒരുപക്ഷെ ദക്ഷിണ സംസ്ഥാനങ്ങൾ, ഇന്ന് ചെന്നൈയിൽ കൂടിയ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ കൂടിയ സംസ്ഥാനങ്ങളുടെ ഒരുപക്ഷെ ഉള്ളിലിരിപ്പ്. അതെങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തെ റിയലായി റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നത്? വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇനി നമ്പേഴ്സിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ദക്ഷിണ ഇന്ത്യ എന്ന് പറയുന്നത് പൊതുവെ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന, അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഈ പ്രദേശത്ത് നിന്ന് മാത്രമായി 133 MP-മാരാണുള്ളത്. 20 കേരളത്തിന്, 39 തമിഴ്നാടിന്, 1 പോണ്ടിച്ചേരിക്ക്, ആന്ധ്രാപ്രദേശ്, അവിഭക്ത ആന്ധ്രാപ്രദേശ് 42, കർണാടകയ്ക്ക് 28, അങ്ങനെ 133 MP-മാരെ സംഭാവന ചെയ്യുന്ന ദക്ഷിണ ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ GDP-യുടെ 35% പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും, ബാക്കിയുള്ള 28 സംസ്ഥാനങ്ങളിൽ 23 സംസ്ഥാനങ്ങൾ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേവലം 65% മാത്രമാണ്. അവിടെ തന്നെ വികസന കാര്യത്തിൽ, GDP ക്രിയേഷൻ്റെ കാര്യത്തിൽ ഒരു അസന്തുലിത അവസ്ഥയുണ്ട്. അപ്പോൾ തിരിച്ചൊരു ഫെഡറൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് തിരിച്ച് ലഭിക്കാനുള്ള, സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാനുള്ള കേന്ദ്ര വിഹിതം, അത് ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച്, പ്ലാനിംഗ് കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ച്, അത് നീതി ആയോഗിൻ്റെ ഉൾപ്പെടെ തീരുമാനമനുസരിച്ച് ലഭിക്കേണ്ട കേന്ദ്രത്തിൽ നിന്നുള്ള പല വിധങ്ങളായ സപ്പോർട്ടുകൾ, അതിനകത്ത് ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അത് നിർണ്ണയിക്കപ്പെടേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ GDP-ക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകുന്ന സംസ്ഥാനങ്ങൾ, അവർക്ക് ഇങ്ങനെ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞത് അവരുടെ ജനസംഖ്യ നിയന്ത്രിച്ചു കൊണ്ടുവന്നു. അവരുടെ സിസ്റ്റമിക് അഡ്ജസ്റ്റ്മെന്റ് വളരെ ഭംഗിയായി നടത്തി. ആരോഗ്യം, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് കൂടുതൽ തുക ആ നിലയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക. ആ നിലയ്ക്ക് നമ്മൾ വളരെ മുന്നിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറവാണ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് വലിയ തോതിലാണ്. കാരണം 1976 ജനസംഖ്യാ നയം, ആ നയം എന്ന് പറയുന്നതിനോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ച സംസ്ഥാനങ്ങളാണ് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് നോക്കിയാൽ കേരളത്തിൻ്റേത് 1.8, തമിഴ്നാടിൻ്റേത് 1.8, കർണാടകത്തിന് 1.7, ആന്ധ്ര, തെലുങ്കാനയൊക്കെ 1.7, 1.8. അതായത് ഒരു സ്ത്രീക്ക് പുരുഷനും ചേർന്ന് 2 മക്കൾ ശരാശരി ഉണ്ടാകുന്നില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ ദക്ഷിണേന്ത്യയിൽ നിയന്ത്രണ വിധേയമായി. എന്നാൽ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല അവസ്ഥ. ബീഹാറിൽ അത് 3 എന്നോർക്കണം, ഉത്തർപ്രദേശിൽ 2.2. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ജനസംഖ്യയിൽ വളരെ വലിയ ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമുണ്ടായി. അത് ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിങ്ങനെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്ന പശ്ചിമ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കാര്യമായ ജനസംഖ്യാ വർധന വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏത് രൂപത്തിൽ പുനഃസംഘടിപ്പിച്ചാലും
പ്രോ-റേറ്റ ഏത് രൂപത്തിൽ കണക്ക് കൂട്ടിയാലും ശരി, മണ്ഡലങ്ങളുടെ എണ്ണം 543 ഇപ്പോൾ നിലവിലുള്ള 543 തന്നെ ക്രമീകരിച്ച് നിലനിർത്തിയാൽ പോലും സന്തുലിത അവസ്ഥ അവിടെ അട്ടിമറിക്കപ്പെടുന്നു. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ 23% പ്രാതിനിധ്യമാണ് കേന്ദ്രത്തിലുള്ളത്. അല്ലെങ്കിൽ ലോക്സഭയിൽ, നമ്മുടെ പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയുടെ അംഗസംഖ്യയുടെ 23%, അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയുടെ ഒരു 1/4 ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പ്രൊറോഗറ്റീവാണ്. അതിൽ നിന്നും കുത്തനെ ഒരു 16-17% ആ ഒരു വിലപേശൽ ശക്തി അല്ലെങ്കിൽ ഒരു അസ്തിത്വം കുറയുകയാണ് ലോക്സഭയിൽ. ഇത് ഒരു പാർലമെന്ററി ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അധോ മണ്ഡലത്തിൻ്റെ തീരുമാനം വളരെ നിർണായകമാണ്. പോളിസി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി ക്യാബിനറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇവിടെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയുടെ തീരുമാനങ്ങൾ എടുക്കൽ സ്വഭാവത്തിന് കുറവ് വരുന്നു. അവിടെയാണ് ഫെഡറൽ തത്വം, ഫെഡറൽ പാരിറ്റി എന്നത് അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു പരിഭവം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ നോക്കൂ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ 80 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അത് ഇന്നത്തെ നിലയിൽ 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ മണ്ഡലങ്ങളുടെ. 1971 സെൻസസ് അനുസരിച്ച് 76 പുനഃസംഘടന നടന്നു. 77 തെരഞ്ഞെടുപ്പിൽ വോട്ടിന് പോയപ്പോൾ 54 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 543 മണ്ഡലങ്ങളുണ്ട്. അതനുസരിച്ച് ഇന്നത്തെ ജനസംഖ്യ 143 കോടിയാണ്. അങ്ങനെയെങ്കിൽ 1440 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടാകണം. നമ്മുടെ പാർലമെൻറ്റ് ഘടന അനുസരിച്ച് പാർലമെൻറ്റിൻ്റെ ഭൗതിക കെട്ടിടം, പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ പോലും ഇരിക്കാൻ സാധിക്കുന്നത് 888 പേർക്കാണ്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് പുതിയ മന്ദിരം കൺസ്ട്രക്ട് ചെയ്തപ്പോൾ പോലും ഇത്രയധികം ഒരു എണ്ണം ഉൾക്കൊള്ളാൻ തക്ക ഒരു ചിന്ത അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് ഒരിക്കലും ആ രൂപത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ വരുന്നത് എന്താണ്? ഒരു 15 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ 20 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിലൊക്കെ നോക്കിയാലും യഥാർത്ഥത്തിൽ 848 പേരാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെയെങ്കിൽ ആ 848 ഉത്തർപ്രദേശിൽ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ശബ്ദം ഉയർത്താനാവും, എന്ത് വിഷയങ്ങൾ ഉന്നയിക്കാനാവും എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുകയാണ്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. വസീഫ്, ഞാൻ വരാം. അതെ വസീഫ്, ശരി, പൂർത്തിയാക്കൂ. ഒരു സെക്കൻഡ് കൂടെ. അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനം, അതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയം പ്രധാനമാകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്രയും ഗുജറാത്തും ചേർന്നാൽ 6 സംസ്ഥാനങ്ങൾ. ഈ 6 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാൽ അതൊരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിർണായക സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് നിന്നാൽ മൊത്തം ലോക്സഭ പുനഃസംഘടിപ്പിക്കപ്പെടുന്ന 848 ആണെന്ന് എനിക്ക് പറയാനാവില്ല. ആണെങ്കിൽ അതിൽ കൃത്യമായ നമ്പർ ഈ 6 സംസ്ഥാനങ്ങൾ പകുതിയിലധികം ലോക്സഭാ സീറ്റുകൾ കൈവശം വെക്കും. അത് ഒരു ഫെഡറൽ ഡിസ്പാരിറ്റി ഉണ്ടാക്കുമെന്നതാണ് പ്രധാന ആക്ഷേപം. പക്ഷേ മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാവുകയും വേണം. അതാണ് ഈ വൈരുദ്ധ്യം, ഈ കോൺട്രഡിക്ഷൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.